നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ കുരങ്ങുപനി പടർന്ന സാഹചര്യത്തിൽ പല രാഷ്ട്രങ്ങളും ഇതിനോടൊപ്പം തന്നെ കനത്ത ജാഗ്രത മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. യൂറോപ്പിലുൾപ്പെടെ ഇത് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. യൂറോപ്പിന് പിന്നാലെ അമേരിക്കയിലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ലോകമെമ്പാടും 126 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗികളുമായി അടുത്ത് ബന്ധപ്പെട്ടവർക്ക് 21 ദിവസം സമ്പർക്കവിലക്ക് വേണമെന്ന് ബ്രിട്ടൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. സ്പെയിൻ തലസ്ഥാനമായ മാഡ്രിഡിൽ 27 പേർക്കും ബ്രിട്ടനിൽ 56 പേർക്കും രോഗം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പോർച്ചുഗലിൽ 14 പേരും അമേരിക്കയിൽ 3 പേരും രോഗബാധിതരായതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. സ്കോട്ട്ലാൻഡിലും ഡെൻമാർക്കിലും ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. കുരങ്ങിൽ നിന്ന് പടരുന്ന വൈറൽ പനി മനുഷ്യരിൽ വ്യാപകമായി പടരില്ലെങ്കിലും ലൈംഗിക ബന്ധം പോലെ അടുത്ത സമ്പർക്കം വഴി പകരാനിടയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വസൂരിയെ നേരിടാൻ ഉപയോഗിച്ചിരുന്ന വാക്സിനാണ് നിലവിൽ കുരങ്ങു പനിക്കും നൽകി വരുന്നത്. ഇത് 85% ഫലപ്രദമാണെന്ന് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. ജനങ്ങൾക്ക് മുഴുവൻ വാക്സിൻ നൽകുന്നില്ല എങ്കിലും ജീവന് ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ രോഗികൾക്കും സമ്പർക്ക വിലക്കുള്ളവർക്കും വാക്സിൻ നൽകുമെന്ന് UK ആരോഗ്യ സുരക്ഷാ ഏജൻസി ഉപദേഷ്ടാവ് ഡോക്ടർ സൂസൻ ഹോപ്കിൻസ് അറിയിച്ചു. 1960-ൽ കോങ്കോയിലാണ് കുരങ്ങുപനി ആദ്യമായി കണ്ടെത്തിയത്. പനി, തലവേദന, ദേഹത്ത് ചിക്കൻ പോക്സിന് സമാനമായ കുരുക്കൾ എന്നിവയാണ് ലക്ഷണങ്ങളായി പറയുന്നത്. പരോക്ഷമായ രോഗികളുമായി സമ്പർക്കമുണ്ടായവർ ആശങ്കപ്പെടാനില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതോടൊപ്പം തന്നെ രോഗം ആശങ്കാജനകമാണെങ്കിലും COVID-19 പോലുള്ള സാഹചര്യം നിലവിലില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ടോക്കിയോയിൽ പറയുകയുണ്ടായി. കടുത്ത വിലക്ക് പോലുള്ള നടപടികൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. സ്വവർഗാനുരാഗികൾക്കിടയിൽ രോഗം പടർന്നത് സംബന്ധിച്ച ആരോഗ്യ മുന്നറിയിപ്പ് UK നൽകിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ കുരങ്ങുപനി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിലും കർണാടകയിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബംഗളൂരു വിമാനത്താവളത്തിൽ കുരങ്ങുപനി ലക്ഷണങ്ങളോടെ എത്തുന്ന യാത്രക്കാരെ പ്രത്യേകം പരിശോധിക്കുകയും ചെയ്യും. 21 ദിവസത്തിനിടെ വിദേശത്തു നിന്നെത്തിയവരിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ കർശനമായി നിരീക്ഷിക്കാൻ ആശുപത്രികൾക്ക് ഇതിനോടകം തന്നെ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് കേന്ദ്രം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.